ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് എൻ്റെ ലക്ഷദ്വീപിൽ ഉള്ള ഒരു സിയാറത്ത് പോവാണ്. അങ്ങനെ ഞങ്ങൾ സിയാറത്ത് പോകാൻ തീരുമാനിച്ചു. നമ്മൾ സിയാറത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതിൽ പല കഥകളുണ്ട് കേട്ടോ. ഈ സിയാറത്ത് പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ നല്ല വൃത്തിക്ക് കൊണ്ടു നടക്കും. ഇത് നല്ലപോലെ ആക്കിയാൽ പോലും ഒരു പൊളിച്ചിടലാണ്. അവിടെ മുജാഹിദുകളുടെ സ്ഥലമായതുകൊണ്ട് അവരാണെങ്കിൽ ഈ സിയാറത്തൊക്കെ പൊളിച്ചിടുന്നതാണ് കേട്ടോ. പിന്നെ വിശ്വസിക്കുന്ന ആൾക്കാർ വന്നിട്ട് അവിടെ സിയാറത്തിൽ ഇങ്ങനെ ചന്ദനത്തിരി കത്തിക്കലും പൈസ ഇടലൊക്കെ ഉണ്ട്. വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മളെപ്പോലെ. ഇതിൻ്റെ ഹിസ്റ്ററി എന്തോന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിലോട്ട് ഒരാൾ വന്നിട്ടുണ്ടായി. ഒരു ചെറിയ ബോട്ടിൽ പണ്ട് കാലത്ത്. അപ്പോൾ ഈ പണ്ട് കാലത്ത് ഇവരാണെങ്കിൽ എന്ത് ചെയ്തു, ഈ സിയാറത്ത് ഉള്ള ഈ സ്ഥലത്തിന് മുന്നേ ഒരുപാട് ലോങ് ആയിട്ട് തന്നെ കുറേ ഇതുണ്ടായിരുന്നു. കടല് ഈ സിയാറത്ത് ഉള്ള വരെ കടലുണ്ടായിരുന്നു. പക്ഷെ ഇയാളാണെങ്കിൽ വന്ന പാടെ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം തരാം. ഇയാൾ മുസ്ലിമായിരുന്നു. പണ്ടൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ആ ടൈമിന് ഇയാൾ പറയണ കേൾക്കാതെ ഇയാളെ അടിക്കലും തല്ലലും, തീവ്രവാദിയാണ് പറഞ്ഞിട്ട് തല്ലി ഇയാൾ നല്ല ഒരു നീളമുള്ള ഒരു മനുഷ്യനായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവരെല്ലാവരും കൂടി തല്ലിയിട്ട് ഇയാൾ പറഞ്ഞു തല്ലിയിട്ട് മരിക്കുന്നില്ല. എന്നിട്ട് അവസാനം ഇയാൾ പറഞ്ഞു എൻ്റെ തലയിലുള്ള തലപ്പാവ എടുത്തിട്ട് അടിച്ചാലാണ് ഞാൻ മരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് ഇവർ തലപ്പാവൊക്കെ അടിച്ച് വലിച്ചെറിഞ്ഞ് തലയ്ക്ക് അടിച്ച് അങ്ങനെ അയാളെ കൊന്നതാണ്. എന്നിട്ട് കൊന്നിട്ട് ഇവർ ഈ സ്ഥലത്ത് ഇവർ കുഴിച്ചിടാൻ പോലും പറ്റാതെ കൈ പോലും പൊന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇവർക്ക് ഇയാളുടെ. അപ്പം അങ്ങനെ അവിടെ തന്നെ അവരുടെ ഖബറ് ഇതാക്കിയതാണ്. അതാണ് ഇവിടുത്തെ ഹിസ്റ്ററി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇത് അധികം ആൾക്കാർ പറയണത് ഇയാളിങ്ങനെ മരിച്ച സമയത്ത് അത്രയും കടലുണ്ടായിരുന്നു. ആ കടൽ വലിഞ്ഞതാണ് എന്ന്. ഒരുപാട് അങ്ങോട്ട് ബാക്കിലോട്ട് കടൽ വലിഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ സുനാമി ഓക്കിയൊക്കെ വന്ന സമയത്ത്, ഈ സുനാമി കയറിയ സമയത്ത് ഈ സിയാറത്ത് മാത്രം വെള്ളം കയറിയിട്ടില്ല. ഇവിടെ അയാൾ മരിച്ച സ്ഥലത്ത് മാത്രം ഇന്നേ വരെയ്ക്കും അങ്ങനെ വെള്ളം കയറിയതായിട്ട് അറിഞ്ഞിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ച് സൈഡിലോട്ട് ഇറങ്ങി. പിന്നെ അങ്ങനെ ആ വഴി കൂടെ ഒക്കെ പോയി കുറച്ചു നേരം അങ്ങനെ സൺസെറ്റ് കണ്ടിരുന്നു. പിന്നെ വർത്താനം പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങൾ നേരെ ലൈറ്റ് ഹൗസിലോട്ട് പോയി കേട്ടോ. ലൈറ്റ് ഹൗസ് അവിടെ എളാപ്പ ഉണ്ട്. അപ്പോൾ ലൈറ്റ് ഹൗസിൽ പോയി കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ. തനുവാണെങ്കിൽ ഭയങ്കര ആ ബാഗിലേക്ക് ഇരുന്നിട്ട് മുട്ടായി കൊടുത്തപ്പോൾ അതിങ്ങനെ തിന്നിങ്ങനെ നടക്കുക കേട്ടോ. ഓളെ ഇതിൽ വൈബായിട്ട് നടക്കുക. പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയി, ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.